ഇന്ത്യയിൽ ഏതെങ്കിലും പത്രങ്ങൾ, ഏതെങ്കിലും ടെലിവിഷൻ ഈ കൊടുക്കൽ വാങ്ങലിന്റെ വലിയൊരു കുംഭകോണത്തെ അന്വേഷിക്കാൻ വേണ്ടി തയ്യാറായി? അതിന് പകരം ഏതെങ്കിലും സഹകരണ ബാങ്കില് 10 ഉറുപ്പിയുടെ ക്രമക്കേട് എന്ന് പറഞ്ഞാൽ വെണ്ടക്ക നിരത്തുന്ന ഇവന്മാര് ഈ കോടാനുകോടി രൂപയുടെ കുംഭകോണത്തെ കുറിച്ച് കമാന്നൊരക്ഷരം പറഞ്ഞു. ഞാൻ ഈ കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് ഒരു കാര്യം എപ്പോഴും പറയാറുണ്ട്. അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്റെ അനുഭവം കൊണ്ട് പറയുന്നു. ആർക്കെതിരെ എന്തും എപ്പോഴും വിളിച്ചു പറയാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യം ഈ കൊച്ചു തുരുത്തായ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന്. ആർക്കെതിരെ എന്തെന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്കെതിരെ ഒന്നും അവർ പറയില്ല. അത് വേറെ കാര്യം, ശ്രദ്ധിച്ചോളൂ. ചില ആൾക്കാർക്കെതിരെ പറഞ്ഞുകൊണ്ടുവരും. പോട്ടെ, കേരളത്തിന് വെളിയിൽ ഒരു മാധ്യമ പ്രവർത്തനം ഇല്ല. ഗ്ലോറിഫൈഡ് ക്ലാർക്കാണ്. ഡൽഹിയിലൊക്കെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പത്രക്കുറിപ്പുകൾ ഒന്നിലോ പരിഭാഷപ്പെടുത്തുക, അതല്ലെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്യുക, അതിനെ ഒന്ന് രൂപപ്പെടുത്തുക, പത്രഭാഷയിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ടെലിവിഷൻ ഭാഷയിലേക്ക് സന്നിവേശിപ്പിക്കുക എന്ന ദൗത്യം മാത്രമേ ഉള്ളൂ. 80കളുടെ അന്ത്യത്തിലാണ് ഞാൻ ഡൽഹിയിലെത്തുന്നത്. അന്ന് രാജീവ് ഗാന്ധി ലോകസഭയിൽ 4-3 ഭൂരിപക്ഷത്തിന് ഭരിക്കുകയാണ്. 4-3 ഭൂരിപക്ഷം. ഇന്ന് 543 അംഗ ലോകസഭയിൽ ബിജെപിയുടെ അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്ര? 240. പാതിയില്ല. 4-3 ഭൂരിപക്ഷമുണ്ടായിരുന്ന രാജീവ് ഗാന്ധിക്കെതിരെ നിർഭയം പ്രവർത്തിക്കാനുള്ള തന്റെ ഇടം അന്നത്തെ മാധ്യമ സ്ഥാപനങ്ങൾ കാണിച്ചു. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, അന്ന് ബോഫേഴ്സ് കുംഭകോണം. ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുവും ഒക്കെ മത്സരിച്ച് എത്ര വാർത്തകളാണ് പുറത്തു കൊണ്ടുവന്നത്. കുംഭകോണങ്ങളുടെ അസ്ഥികൂടങ്ങൾ അവർ വെതറി. ഏതെങ്കിലും മാധ്യമ സംരംഭം രാജീവ് ഗാന്ധിക്ക് മുമ്പിൽ എടറി നിന്നോ, കിതച്ചു നിന്നോ? ഇന്ന് കേവലം 240 എന്നുള്ള സംഖ്യ വെച്ചുകൊണ്ട് ഇന്ത്യയിലെ മാധ്യമ ലോകത്തെ അടക്കി ഭരിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ നവഫാസിസം എന്നുള്ള സംജ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. സുപ്രീം കോടതിയിലെ മുഖ്യ ന്യായാധിപനായിരുന്ന ജസ്റ്റിസ് NV രമണ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് ഡൽഹിയില് ഒരു മന്ത്രിയുടെ അഭിമുഖമാണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവ് സ്റ്റോറി. മറ്റൊന്നിലേക്കും പോകാൻ കഴിയുന്നില്ല. ഇന്ത്യയിൽ കുംഭകോണങ്ങളോ അഴിമതികളോ ഇല്ലാത്തത് കൊണ്ടല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, CPM എന്നുള്ള ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തിയ ഇലക്ട്രൽ ബോണ്ടിൽ ഭാഗമാക്കാതെ വരുന്നത്. നമ്മുടെ നേതാവ് സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയിൽ പോയി. ജനാധിപത്യത്തെ റാഞ്ചിയെടുക്കാൻ വേണ്ടി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുമായി കൈകോർത്തുകൊണ്ട് കൊടുക്കൽ വാങ്ങൽ എന്നുള്ള പ്രക്രിയക്കെതിരെ അജഞ്ചരം നിലകൊണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി CPM ആയിരുന്നു. 100-200 കോടി ഉറുപ്പിയല്ല, 18,000 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായി BJPയും കോൺഗ്രസും കൈപ്പറ്റി. ഇവിടെ വലിയ വലിയ വർത്താനം പറഞ്ഞു വരുന്ന രാഹുൽ ഗാന്ധിയൊക്കെ ഉണ്ടല്ലോ, മൂപ്പറും പറ്റി 1500-1800 കോടി ഉറുപ്പിയ. ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ ബെഞ്ച് ഇലക്ട്രൽ ബോണ്ട് അസാധുവാണെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ പാതി ദൂരം മാത്രമേ സുപ്രീം കോടതി സഞ്ചരിച്ചുള്ളൂ. 100 കോടി രൂപ കൊടുക്കുന്ന കമ്പനിക്ക് 1000 കോടി രൂപയുടെ കോൺട്രാക്ട് കൊടുത്ത വാർത്തകൾ ചില യൂട്യൂബ് ചാനലുകൾ വന്നു, ചില ഓൺലൈൻ ചാനലുകൾ വന്നു. ഇവിടെ തട്ടുകടക്കാരനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് 100-ഉം 200-ഉം 1000-ഉം 2000-ഉം 5000-ഉം കോടി വാരിക്കൊടുക്കുന്ന കമ്പനികൾക്ക് തിരിച്ചു കൊടുത്ത കോൺട്രാക്റ്റുകൾ
അന്വേഷിക്കാൻ വേണ്ടി ഏതെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ CBIന് പിന്നാലെ പോയോ? പോയില്ല. ഇന്ത്യയിലെ ഏതെങ്കിലും പത്രങ്ങള്, ഏതെങ്കിലും ടെലിവിഷൻ ഈ കൊടുക്കൽ വാങ്ങലിന്റെ വലിയൊരു കുംഭകോണത്തെ അന്വേഷിക്കാൻ വേണ്ടി തയ്യാറായി? അതിന് പകരം ഏതെങ്കിലും സഹകരണ ബാങ്കില് 10 ഉറുപ്പിയുടെ ക്രമക്കേട് എന്ന് പറഞ്ഞാൽ വെണ്ടക്ക നിരത്തുന്ന ഇവന്മാര് ഈ കോടാനുകോടി രൂപയുടെ കുംഭകോണത്തെ കുറിച്ച് കമാന്നൊരക്ഷരം പറഞ്ഞു. കേരളത്തിൽ നാടുവാഴുത്ത കാലഘട്ടങ്ങളിൽ മനുഷ്യരെ അടിമകളാക്കാൻ വേണ്ടി വട്ടിപ്പലിശക്കാർ ശ്രമിച്ചപ്പോൾ അവർക്കതിൽ നിന്ന് കുതറി രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കിയത് കേരളത്തിലെ മഹത്തായ സഹകരണ പ്രസ്ഥാനമാണ്. ഇന്നും ഉത്തരേന്ത്യയില് സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ 100 രൂപ വായ്പ വാങ്ങിയെന്ന ഒറ്റ കാരണം കൊണ്ട് ശിഷ്ടകാലം മുഴുവൻ കുടുംബം ഒന്നടങ്കം അടിമകളായി ഏതെങ്കിലും എംബ്രാന്മാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ കേരളത്തെ കേരളമാക്കിയ സഹകരണ പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ മത്സരിച്ച് കച്ചകെട്ടി ഇറങ്ങിയപ്പോൾ ഇന്ത്യയുടെ ബാങ്കിൽ നിന്ന് 17 ലക്ഷം കോടി രൂപ, 17 ലക്ഷം. നോക്ക് എങ്ങനെയാണ് ഈ മാധ്യമങ്ങളുടെ പക്ഷപാതിത്വം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാധ്യമ പ്രവർത്തനം എന്നുള്ള 4ാമത്തെ നെടുന്തൂൺ പരിപൂർണമായി നിലംപൊത്തിയിരിക്കും. ആ നിലംപൊത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നവഫാസിസം എന്നുള്ള ആ ഒരു രാഷ്ട്രീയ സംസ്കാരം നമ്മുടെ രാജ്യത്തേക്ക് അരിച്ചിറങ്ങിയത്. ഇന്ന് സമസ്ത തലത്തിലും ഈ പറയുന്ന ഫാസിസം പിടിമുറുക്കിയിരിക്കുകയാണ്. ഇപ്പം 100 വർഷം പഴക്കമായ RSSന് വേണ്ടിയിട്ട് സ്റ്റാമ്പ് ഇറക്കണം, കോയിൻ ഇറക്കണം, ഭാരതാംബ. ഇവിടുന്ന് ഒരു ഭാരതാംബയെ നമ്മളൊരു കഷ്ട രക്ഷപ്പെടുത്തിയെടുക്കുകയാണ്. ഇവിടെ നമ്മുടെ രാജ്ഭവനിലുണ്ടായിരുന്നു, മുഖ്യമന്ത്രി പോയതുകൊണ്ട് തൽക്കാലത്തേക്ക് അവിടുന്ന് ഊരി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് പക്ഷേ നീയൊക്കെ പോകുമ്പോൾ അത് വീണ്ടും കയറ്റി വെക്കും കേട്ടോ, ശ്രദ്ധിച്ചോളി. ഭാരതാംബയെ അതുകൊണ്ട് അങ്ങനെ നമ്മള് മലയാളികൾക്ക് ഭാരതാംബയോടൊന്നൊരു പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും മണന്ന കോയിലടിച്ചു വെച്ചിരിക്കുകയാണെന്ന്. ഇനി നാളെ മഹാത്മാഗാന്ധിയെ മാറ്റിയിട്ട് വേണമെങ്കിൽ ഭാരതാംബയെ വെച്ച് കളയും. നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭാരത് മാതാ കി ജയ് എന്ന് 3 വട്ടം വിളിച്ച് ഈ രാജ്യത്തോട് ദേശസ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ രാജ്യദ്രോഹികളായി മാറും. ഇതാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. എന്നോടൊരാൾ ചോദിച്ചു, ഞാൻ ഡൽഹിയിൽ പാർലമെന്റിൽ പ്രസംഗിച്ച് ഇറങ്ങിയ സമയത്ത് എന്റെ ലോബിയിൽ വെച്ചൊരു BJP-കാരനോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, എനിക്കൊരു അമ്മയേ ഉള്ളൂ, അമ്മ മരിച്ചുപോയി. പ്രായമായ സ്ത്രീകളെയൊക്കെ ഞാൻ അമ്മമാരെന്നാണ് വിളിക്കുന്നത്. അതല്ലാതെ ഒരു ഭൂപടത്തെ എടുത്തു വെച്ചിട്ട് ഭാരതമാതാ എന്ന് എന്നാ പിതാമാതാ എന്ന് വിളിച്ചുകൊണ്ടെന്നാൽ എന്റെ രാജ്യമാണത്, എന്റെ ദേശമാണ്. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ വിളിച്ചാൽ മാത്രമേ ദേശസ്നേഹിയാവുള്ളൂ. എന്റെ ദേശസ്നേഹം രാവും പകലും ഒക്കെ ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? പക്ഷേ നമ്മൾ എത്തപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് അതാണ്. ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഇതളുകളൊക്കെ ഒന്നൊന്നായി കൊഴിയുന്നത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഒരുപക്ഷെ കേരളത്തിലുള്ളവർ അറിയുണ്ടാവില്ല, മരിച്ചുപോയ ആൾക്കാരുടെ എണ്ണം. കേന്ദ്ര സർക്കാരിന്റെ കണക്ക് എത്രയാണെന്നറിയോ? എത്രയാണ്? 6 ലക്ഷത്തിനടുത്താണ്. WHO പറഞ്ഞു ഇത് കള്ളക്കണക്കാണ്. 55 ലക്ഷം പേരോട് മരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ എന്നുള്ളത്. ഉടനെ WHO എന്ന് പറയുന്നത് പാശ്ചാത്യ ഗൂഢാലോചനയാണെന്ന് ഒരു മന്ത്രി പ്രഖ്യാപിച്ചു. നിങ്ങൾക്കറിയോ ഒരു കാര്യം? ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള രജിസ്ട്രേഷൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു കണക്ക് പുറത്തുവിട്ടു. കോവിഡിന്റെ 1ാം തരംഗവും 2ാം തരംഗവും കൂടെ കൂട്ടിവെച്ചാൽ 45 ലക്ഷം പേർ അധികം മരിച്ചു. ഏതെങ്കിലും പത്രത്തിൽ, ഏതെങ്കിലും ടെലിവിഷനിൽ ഒരു ചർച്ച നടന്നു. ദൈനിക് ഭാസ്കർ എന്നൊരു പത്രം അവരുടെ വിവരക്കേട് ബെറ്റർ പോണ ഈ ഗംഗയിൽ ഒഴുകിടക്കുന്ന മൃതദേഹങ്ങൾ ഒരു പടം
ആ ദൈനിക ഭാസ്കറിൽ ഒന്ന് അച്ചടിച്ചു. പിറ്റേന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും ദൈനിക് ഭാസ്കർ റെയ്ഡ് ചെയ്ത് 500 കോടി രൂപയുടെ പിഴയിട്ടു. പിന്നീട് കമാന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല, തീർന്നു. ഔട്ട്ലുക്ക് എന്നൊരു മാഗസിൻ ഉണ്ട്. എന്റെ ഒരു സ്നേഹിതൻ റൂബൻ ബാനർജി ആയിരുന്നു അതിന്റെ എഡിറ്റർ. ഈ കോവിഡിന്റെ 2ാം തരംഗത്തിന്റെ സമയത്ത് റൂബൻ ബാനർജി ഔട്ട്ലുക്കിന് ഒരു കവർ കൊടുത്തു, കവർ പേജ്. ആ കവർ പേജിൽ ഇങ്ങനെയായിരുന്നു: മിസ്സിംഗ്, കാണാനില്ല, ഇന്ത്യ ഗവൺമെന്റ്. കോടാനുകോടി ജനങ്ങൾ 4 മണിക്കൂർ സമയം മാത്രം നൽകി ലോക്കൌട്ട് ചെയ്തപ്പോൾ പെരുവഴിയിലായി. തങ്ങളുടെ ഉറ്റവരെ കാണാൻ വേണ്ടി ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടിയപ്പോൾ ഒരു ഗവൺമെന്റ് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ തയ്യാറായില്ല. സ്വന്തം ജനതയെ പെരുവഴിയിൽ എറിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ട് റൂബൻ ബാനർജി മിസ്സിംഗ് ഇന്ത്യ ഗവൺമെന്റ് എന്നൊരു കവർ കൊടുത്തു. 2 ആഴ്ചക്കുള്ളിൽ റൂബൻ ബാനർജിയെ ആ സ്ഥാപനം പുറത്താക്കി. അങ്ങനെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ ഈ കിളിജാലകം കൂടി അടച്ചുപൂട്ടി. NDTV എന്നുള്ളൊരു ചാനൽ നിങ്ങൾക്കറിയാം. NDTVയുടെ മുതലാളി ആരാണ് ഇപ്പോ ആരാണ് മുതലാളി NDTVയുടെ? കേൾക്കുന്നില്ല. അദാനി. നേരത്തെ ആരായിരുന്നു? പ്രണവ് റോയ്. ഇന്ത്യയിലെ ടെലിവിഷൻ ജേർണലിസ്റ്റിന്റെ വസന്തം വിരിയിച്ചൊരാളാണ്. സഹോദരങ്ങളിൽ ഒന്ന് പ്രണവ് റോയ്. അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി സംയുക്തമായി, രാധിക റോയും കൂടി തുടങ്ങിയ NDTV ഇന്ത്യയിൽ ഒരു മാധ്യമ സംസ്കാരം തന്നെ സൃഷ്ടിച്ചു. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമല്ല, നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ പോലും ഉത്തരവാദപ്പെട്ടൊരു മാധ്യമ പ്രവർത്തനം, റെസ്പോൺസിബിൾ ജേർണലിസം അവർ സൃഷ്ടിച്ചു. മോഡി അധികാരത്തിലേറി 1-2 വർഷത്തിനുള്ളിൽ NDTVക്കെതിരെ കേസ് കൊടുത്തു. എന്താ കാരണം? NDTVയോട് കുനിയാൻ മോഡി ആവശ്യപ്പെട്ടു. പ്രണവ് റോയ് പറഞ്ഞു കുനിയില്ല. CBI കേസെടുത്തു. എന്തായിരുന്നു കേസ്? ICICI ബാങ്കിൽ നിന്ന് എടുത്ത ലോണ് ഒരു ഉപകമ്പനിയിലേക്ക് വകമാറ്റി എന്നുള്ളൊരു സംശയം CBIക്കുണ്ടായി. CBI റെയ്ഡ് ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മീഡിയ സംരംഭത്തെ CBIയുടെ അന്വേഷണത്തിന്റെ വലയിലാക്കി. ഏറ്റവും പ്രശസ്തരായിട്ടുള്ള, ഒരുപക്ഷെ നമ്മുടെ നഗരത്തിലും ഗ്രാമങ്ങളിലും ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും പരക്കെ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ അവർ പ്രതിക്കൂട്ടിൽ കയറ്റി. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചാനലുകൾ നടത്തുന്നത് മുകേഷ് അംബാനി. 1-2 പ്രസ് കമ്മീഷനുകൾ അടിവരയിട്ട് പറഞ്ഞ കാര്യമുണ്ട്. മാധ്യമരംഗത്തേക്ക് വ്യവസായികളെ പ്രവേശിപ്പിക്കാൻ പാടില്ല. കോർപ്പറേറ്റുകൾ മാധ്യമരംഗത്തേക്ക് വന്നാൽ അത് അവിശുദ്ധമായിരിക്കും. ഇടതുപക്ഷ സർക്കാരൊന്നും നിയമിച്ച പ്രസ് കമ്മീഷനുകളല്ല, ഇത് കോൺഗ്രസ് ഗവൺമെന്റുകൾ നിയമിച്ച പ്രസ് കമ്മീഷനുകൾ ഏകകണ്ഠേന മുമ്പോട്ട് വെച്ചതാണ്. ഒരിടതുപക്ഷക്കാരനും ആ പ്രസ് കമ്മീഷനിൽ അംഗമായിരുന്നില്ല, അതും പറയാം. വലതുപക്ഷക്കാരായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്: കോർപ്പറേറ്റുകൾ എന്നാണോ മാധ്യമ രംഗത്തേക്ക് വരുന്നത് അന്ന് മാധ്യമ പ്രവർത്തനം പോയി മറയും. ഇന്ന് മാധ്യമ സംരംഭങ്ങൾ ഇല്ലാത്ത ഏതെങ്കിലും കോർപ്പറേറ്റ് സ്ഥാപനം ഇന്ത്യയിൽ ഉണ്ടോ? ഏതെങ്കിലും ടാറ്റയ്ക്കും ബിർലയ്ക്കും ഗോയിങ്ങിക്കും അദാനിക്കും അംബാനിക്കും ആർക്കാണ് ഇല്ലാത്തത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, NDTV പോലും അദാനിയുടെ കൊട്ടയിലേക്ക് പോയി. ഈ രൂപത്തിലാണ് ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തനം മാറിക്കൊണ്ടിരിക്കുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഒരു ടാഗിലുണ്ട്: ഡെമോക്രസി ഡൈസ് ഇൻ ഡാർക്ക്നെസ്.
ഈ വാഷിംഗ്ടൺ പോസ്റ്റ് ഈ NDTVക്ക് പറ്റിയ പോലെ തന്നെ ആ വാഷിംഗ്ടൺ പോസ്റ്റിനെ പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരിൽ ഒരാളായ ജെഫ് ബിസോസ് അത് വിലക്കെടുത്തു. അത് വേറെ കാര്യം. പക്ഷെ എങ്കിൽ പോലും ജെഫ് ബിസോസ് ഈ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ആ ആപ്തവാചകം അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. അത് തുടച്ചു കളഞ്ഞിട്ടില്ല, അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചു. ഡെമോക്രസി ഡൈസ് ഇൻ ഡാർക്ക്നെസ്. ജനാധിപത്യം ഇരുട്ടിൽ നിർവീര്യമാക്കപ്പെടും, നമസ്കരിക്കപ്പെടും. ഒരുപക്ഷെ ദീപ്തമായ മാധ്യമങ്ങളുടെ സാന്നിധ്യമില്ല എങ്കിൽ ജനാധിപത്യത്തിന് അർത്ഥമില്ല എന്നുള്ളതാണ് ആ ആപ്തവാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെമിനാറിന്റെ തലക്കെട്ടിലെ 2 സംജ്ഞകൾക്ക് പരസ്പരമായ പൊരുത്തമുണ്ട്, പരസ്പര പൂരകങ്ങളാണ്. ഇന്നത്തെ മാധ്യമ പ്രവർത്തനവും നവഫാഷിസവും ഇഴകോർക്കപ്പെട്ടിരിക്കുന്നു. ഒന്നിനെ ഒന്ന് പരിപോഷിപ്പിക്കുന്നു, അതിന് അർത്ഥമില്ല എന്നുള്ളതാണ് ആ ആപ്തവാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെമിനാറിന്റെ തലക്കെട്ടിലെ 2 സംജ്ഞകൾക്ക് പരസ്പരമായ പൊരുത്തമുണ്ട്, പരസ്പര പൂരകങ്ങളാണ്. ഇന്നത്തെ മാധ്യമ പ്രവർത്തനവും നവഫാഷിസവും ഇഴകോർക്കപ്പെട്ടിരിക്കുന്നു. ഒന്നിനെ ഒന്ന് പരിപോഷിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ ഈ ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ ഇതുപോലുള്ള സെമിനാറുകളുടെ ഇത്തിരി വെട്ടത്തിലായിരിക്കാം നമുക്ക് പ്രതീക്ഷയുള്ളത്. ഈ സെമിനാർ എന്ന് പറയുന്നത് വിഷയം കൊണ്ട് മാത്രമല്ല, ഈ സെമിനാറിന് നിദാനമായ 2 വ്യക്തിത്വത്തിന്റെ അവരുടെ സംഭാവനകൾ ഒരുപക്ഷെ ഈ സായനത്തെ സാർത്ഥകമാക്കുകയാണ്.